വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ പ്ലെയിൻ വാളിലുള്ള ഹീറ്റ് കണ്ടക്ഷനെ പറ്റിയാണ്. നമുക്ക് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനെ പറ്റി അറിയാം. ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനിൽ നിന്നും പ്ലെയിൻ വാളിലെ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനിലേക്ക് നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്തെത്താമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു പ്ലെയിൻ വാളിൻ്റെ ഒരു എലമെൻ്റാണ്. ദാറ്റ് ഈസ് എ പ്ലെയിൻ വാൾ ഓഫ് ഹോമോജീനിയസ് മെറ്റീരിയൽ ത്രൂ വിച്ച് ഹീറ്റ് ഈസ് ഫ്ലോയിങ് ഇൻ എക്സ് ഡയറക്ഷൻ. ഒരൊറ്റ സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഈ വോൾ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മെറ്റീരിയലാണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാൾ സർഫസിലും വാളിൻ്റെ ഇൻറ്റീരിയറിലും ഒരേ ഘടനയുള്ള മെറ്റീരിയൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഹാവ് എ സിംഗിൾ വാല്യൂ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. സോ തെർമൽ കണ്ടക്ടിവിറ്റി മാറുന്നില്ല അവിടെ. അപ്പോൾ ഈ പ്ലെയിൻ വാൾ ഒരു ഹോമോജീനിയസ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നു. ആ ഹോമോജീനിയസ് മെറ്റീരിയലിൽ കൂടി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. ആ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഒരു സിംഗിൾ ഡയറക്ഷനിലാണ്, ദാറ്റ് ഈസ് എക്സ് ഡയറക്ഷൻ. സോ ഇവിടെ കുറച്ച് ഡൊട്ടേഷൻസ് നമുക്ക് നോക്കാനുണ്ട്. എൽ എന്ന് പറയുന്ന തിക്നെസ് ഓഫ് ദ പ്ലെയിൻ വാൾ ആണ്. തിക്നെസ് ഓഫ് ദ വാൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ്. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഡയറക്ഷനിലെ വാളിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാണ്. അപ്പോൾ എക്സ് സീറോയിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് 0th പൊസിഷൻ മുതൽ എൽ എൻഡ് ചെയ്യുന്ന പൊസിഷൻ വരെയാണ്. അല്ലെങ്കിൽ ഹീറ്റ് ട്രാവൽസ് എലോങ് ദ ഡിസ്റ്റൻസ് എൽ. സോ ഫോറിയർ ഇക്വേഷനിൽ നമ്മൾ ആ പറയുന്ന തിക്നെസ് എന്ന് പറയുന്നത് എല്ലാണ് ഇവിടെ. ഇനി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ വാൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ വാൾ എന്ന് പറഞ്ഞു നമ്മൾ എനെ അവിടെ പരിചയപ്പെടുത്തി. എന്നാലും എക്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന ഹീറ്റിന് നോർമലായി നിൽക്കുന്ന ഏരിയ ഏതാണോ ആ ഏരിയയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പറയുന്നത് Q ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ നോർമൽ ടു ദ ഡിറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. അപ്പോൾ ഇവിടെ എക്സ് ഡയറക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ എക്സ് ഡയറക്ഷന് വേണ്ടി ഹീറ്റ് ഫ്ലോ സംഭവിക്കുമ്പോൾ ആ എക്സ് ഡയറക്ഷന് നോർമലായി നിൽക്കുന്ന ഏരിയ ഏതാണോ ആ ഏരിയയാണ് എ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ് ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ നിൽക്കുന്ന ഏരിയയാണ് നമ്മൾ ഈ നിൽക്കുന്ന സർഫസിനെയാണ് നമ്മൾ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ വാൾ മെറ്റീരിയൽ കെ. അത് എന്തുകൊണ്ട് മാറുന്നില്ല? അതൊരു ഹോമോജീനിയസ് മെറ്റീരിയൽ ആയതുകൊണ്ട് തെർമൽ കണ്ടക്ടിവിറ്റി റിമെയിൻസ് സെയിം. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് അറ്റ് 2 phases ഓഫ് ദ വാൾ. ഇനിഷ്യൽ ഫേസിൽ 1ഉം ഫൈനൽ ഫേസിൽ ടെമ്പറേച്ചർ 2. ഈ ഇനിഷ്യൽ ഫേസിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഫൈനൽ ഫേസിലുള്ള ടെമ്പറേച്ചർ, ബിക്കോസ് ഓഫ് വിച്ച് ഓൺലി ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ്. ഹീറ്റ് ട്രാൻസ്ഫർ ഓൾവേസ് ടേക്സ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ഈ സൈഡിലെ വാളിൻ്റെ ഈ സൈഡിൽ ഹയർ ടെമ്പറേച്ചർ ആണ്. ട്രാൻസ്ഫർ ചെയ്ത് അപ്പുറത്തെത്തുമ്പോൾ അത് ലോവർ ടെമ്പറേച്ചറിലേക്ക് മാറും വയ കണ്ടക്ഷൻ. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ അക്കോസ് ത്രൂ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. എന്തുകൊണ്ട്? T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. പക്ഷേ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത് T1 നിന്നും T2യിലേക്കാണ്. ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത്. ഇതിനെ മറികടക്കാനാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഫോറിയർ ലോയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ഫോറിയർ ലോയിൻ്റെ ആപ്ലിക്കേഷനിൽ പറയുന്നതാണ്. എനിവേ ഫോറിയർ ലോ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ അത് മെൻഷൻ ചെയ്യുന്നത്. സോ T1 T2 ടെമ്പറേച്ചർ ആണെന്ന് മനസ്സിലായി. K എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി വാൾ മെറ്റീരിയൽ ആണെന്ന് മനസ്സിലായി. L എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ വാൾ ആണെന്ന് അറിയാം. ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ വാൾ A, നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ അതുകൂടി ഇവിടെ എഴുതാനായിട്ട് മടിക്കരുത്. സോ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, അതായത് XY Z കോർഡിനേറ്റ്സിൽ ഉള്ള ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ ടെമ്പറേച്ചർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടെമ്പറേച്ചർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടെമ്പറേച്ചർ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് ഇന്റേണൽ ഹീറ്റ് എനർജി, അതിനെ ക്യൂ ക്യാപ്പ് എന്ന് പറയാം. ക്യൂ ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കാം, ക്യൂ ക്യാപ്പ് ജി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഹീറ്റ് ജനറേറ്റഡ് എന്താന്ന് പറയാം, ഡിവൈഡഡ് ബൈ K ഈക്വൽ ടു 1 ബൈ ആൽഫ ഡോ ടി ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഇതേ ടി തന്നെയാണ്, ഡോ ടി ഡിവൈഡഡ് ബൈ ഡോ ടോ അല്ലെങ്കിൽ ഡോ സ്മോൾ ടി എന്ന് പറഞ്ഞാലും മതി. ഇവിടെ ഇന്റേണൽ ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറയുന്നാൽ
ഈ പ്ലെയിൻ വാളിൽ കൂടെ ഹീറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ അകത്തിൽ നിന്നും ഈ പറയുന്ന സർഫസിനുള്ളിൽ നിന്നും മെറ്റീരിയൽ സ്വയം എന്തെങ്കിലും ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഇപ്പം നമ്മൾ ഇലക്ട്രിക് വയേഴ്സിൻ്റെ കേസ് എടുത്താൽ കറണ്ട് ക്യാരിയിങ് വയേഴ്സ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ നിന്നും I²R ഹീറ്റ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഹീറ്റ് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്ന ചൂടിന്, പുറത്തുനിന്ന് ഈ സർഫസിൽ നിന്ന് ആ സർഫസ് വരെ കണ്ടക്ഷൻ വഴി പോകുന്ന ചൂടിന് പുറമെ ഇന്റേണൽ ആയിട്ടൊരു ഹീറ്റ് കൂടി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്യൂ ക്യാപ്പ് എന്ന് വിളിക്കും, ക്യൂ ക്യാപ്പ് ജി എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് തെർമൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. നമ്മൾ ഇതിൽ നിന്നും പ്ലെയിൻ വാളിൻ്റെ ടെമ്പറേച്ചർ പ്രൊഫൈൽ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, if the heat conduction equation takes place under the conditions steady state dou T by dou small t equal to 0, അങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന ലെങ്തിയർ ആയിട്ടുള്ള ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ കുറച്ചൊരു സ്മോളർ ആയിട്ടുള്ള ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ആയിട്ട് മാറും. ബിക്കോസ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് ദർ ഇസ് നോ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് 0 ആണ്. 1 ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുള്ളൂ. സോ ഫൈനലി dou² T by dou y² dou² temperature by dou z² എന്ന് പറയുന്ന ഈ രണ്ട് ടേമുകളും 0 ആയിട്ട് മാറും. സോ ഫൈനലി ആ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്ത് ഒരെണ്ണം കൂടിയുണ്ട്, ഈ ഇന്റേണൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്റേണൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആ ഒരു ടേമും കൂടി 0 ആവും. സോ ആ രണ്ട് ടേംസും 0 ആയി കഴിയുമ്പോൾ dou² T by dou x² equal to 0, അല്ലെങ്കിൽ dou² T by d² T by dx² equal to 0 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഈ വലിയ ഇക്വേഷൻ റെഡ്യൂസ് ആയി മാറും. അപ്പോൾ ജസ്റ്റ് dou² T by dou x² equal to 0 എന്ന് മാത്രമേ ഈ പറയുന്ന 1 ഡയമെൻഷണൽ, അതായത് എക്സ് ഡയറക്ഷനിലൂടെ പോകുന്ന സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ടുള്ള ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഫൈനലി എത്തുന്ന രൂപമാണത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ടി കണ്ടുപിടിക്കണം. അതാണ് പറയുന്നത്, ടി എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ ബൈ ഇൻ്റഗ്രേഷൻ ദ എബോവ് ഡിഫറൻഷ്യൽ ട്വൈസ്, 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ടിയിലെത്താൻ പറ്റൂ. പക്ഷെ അതിന് നമുക്ക് 2 കോൺസ്റ്റൻസ് അവിടെ വരികയും ചെയ്യും. എങ്ങനെ വരും? ആദ്യം ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം dou T by dou x വരും, C1 വരും. അതിനൊന്നുകൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ C1x plus C2 എന്ന് പറഞ്ഞാൽ 2 കോൺസ്റ്റൻസ് അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫൈനൽ ഇക്വേഷൻ C1x plus C2 എന്ന് പറയുന്നത് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ദർ ആർ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൗണ്ടറീസ്. ഒന്ന് x equal to 0, 0th പൊസിഷൻ, പിന്നെ x equal to L പൊസിഷൻ. ഇവിടെ x equal to 0 പൊസിഷനിൽ ടെമ്പറേച്ചർ T1 ആണ്, x equal to L ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അപ്പോൾ L ഡിസ്റ്റൻസിലേക്ക് ടെമ്പറേച്ചർ T2 ആണ്. ഞാൻ T1 T2 വലുതാക്കി എഴുതാം, നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ടൈമായിട്ട് കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, T1 T2 മനസ്സിലാക്കുക. സോ അറ്റ് x equal to 0, ടെമ്പറേച്ചർ T equal to T1, ടെമ്പറേച്ചർ T equal to T2 when x equal to L. ഈ 2 ബൗണ്ടറി കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ്, നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ T എന്ന് പറയുന്നത് C2 ആണ്. എങ്ങനെ? T equal to C1x plus C2, അതിലേക്ക് x equal to 0 കൊടുക്കുമ്പോൾ T1 equal to C2. ഇനി x equal to L വന്നാൽ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്നത് C1 into L plus C2. സോ ഫൈനലി സിംപ്ലിഫിക്കേഷൻ, C2 equal to T1 ആണെന്ന് മനസ്സിലായി, വലിയ ടെമ്പറേച്ചർ ഇടാം. C1 equal to T1 minus T2 minus T1 by L, അങ്ങനെ കൂടി അത് മനസ്സിലാവും. അപ്പോൾ C1 ആയി C2 ആയി. അപ്പോൾ C1 ഒന്നുകൂടെ ഇവിടെ എഴുതാം. C1 എന്ന് പറയുന്നത് T1 ആണ്, C2 എന്ന് പറയുന്നത് T1 minus T2 divided by L. സോ ഇതാണ് എന്താണ് നമ്മളുടെ 2 കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നൗ ഇക്വേഷൻ റെഡ്യൂസസ് ടു ടെമ്പറേച്ചർ T equal to T2 minus T1 by L x plus T1. T2 ആണ് ഇവിടെ, T2 minus T1. C1 equal to T1, C2 equal to T2 minus T1 the whole divided by L. ഓക്കെ, അത് റെഡ്യൂസ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? T equal to
T2 മൈനസ് T1 ബൈ എൽ പ്ലസ് T1. അല്ലെങ്കിൽ ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലെയിൻ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡിസ്റ്റൻസ് എൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ടെമ്പറേച്ചർ ഇവിടെ എന്തായി ഈ T2 പ്ലെയിനിൽ, അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്താണ്? T1 പ്ലസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ പ്ലസ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ എൽ അല്ലെ. ഇനിഷ്യൽ ടെമ്പറേച്ചറിന്റെ കൂടെ എത്രത്തോളം ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ട് ഡിവൈഡഡ് ബൈ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. സോ ഫൈനലി ഇതാണ് ഫോറിയർ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ഫോറിയർ ഇക്വേഷൻ. ഫോറിയർ ഇക്വേഷനിൽ ഡി ടി ബൈ ഡി എക്സ് ടെമ്പറേച്ചർ ആണ്. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ്. ആ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിലേക്ക് ഈ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ T2 മൈനസ് T1 ബൈ എൽ എന്ന് പറയുന്നത്, ഇവിടെ എല്ലാം ടി ക്യാപിറ്റൽ ആക്കുകയാണ്. സോ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് T2 മൈനസ് T1 ബൈ എൽ പ്ലസ് T1. ഫൈനലി അത് T2 മൈനസ് T1 ബൈ എൽ എന്ന രീതിയിൽ കിട്ടും. ഇത് T1 വരും, ഈ T1 ക്യാൻസൽ ചെയ്ത് പോകും. ഫൈനലി നമുക്കത് T2 മൈനസ് T1 ബൈ എൽ എന്ന് കിട്ടും. Q ഈക്വൽ ടു KA T1 മൈനസ് T2 ബൈ എൽ എന്ന് ഫൈനൽ വാല്യൂ നമുക്ക് കിട്ടും. സോ ഹീറ്റ് ട്രാൻസ്ഫർ അക്രോസ് എ പ്ലെയിൻ വാൾ ഈസ് ഈക്വൽ ടു, മൈനസ് ഇവിടെ ഇല്ല, മൈനസ് പോകുമ്പോഴാണ് T1 മൈനസ് T2 എന്ന് കിട്ടുന്നത്. സോ മൈനസ് അവിടെ ഇടേണ്ട ആവശ്യമില്ല, ഈ മൈനസ് നമ്മൾ ഇട്ടു. മൈനസ് ഇവിടെ ഫോറിയർ ലോവിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ മൈനസ് ഇട്ടു. T2 മൈനസ് T1 മൈനസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പം T1 മൈനസ് T2 ആയി. സോ Q ഈക്വൽ ടു K ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ എൽ. ഇതാണ് ഫോറിയർ ലോ ബേസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഈ പറയുന്ന ഫസ്റ്റ് വൺ ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ പ്രൊഫൈൽ കിട്ടുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫൈനൽ ഹീറ്റ് ട്രാൻസ്ഫർ കാൽക്കുലേറ്റ് ചെയ്തത് Q ഈക്വൽ ടു KA T1 മൈനസ് T2 ബൈ എൽ എന്നാണ്. ഇനി ഇതിനകത്ത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ Q ഈക്വൽ ടു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ RTH എന്നൊരു ഇക്വേഷനിലേക്ക് പോകാൻ പറ്റും. എങ്ങനെ? T1 മൈനസ് T2 ഞാൻ ഒന്നുകൂടെ വലുതാക്കുകയാണ്, ടി എല്ലാം വലുതാക്കട്ടെ. ആ ക്യൂവിൻ്റെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ, റീഅറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ KA T1 മൈനസ് T2 ബൈ എല്ലിൽ എൽ ബൈ കെ എയിലേക്ക് താഴോട്ട് ഇങ്ങനെ കൊണ്ടുവരാം. എൽ ബൈ കെ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ, ഇതിന് എൽ ബൈ കെ രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ T1 മൈനസ് T2 റീറ്റെയിൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ടേമിനെ നമ്മൾ വിളിക്കുന്നതാണ് തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഈ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടക്ഷനിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. കണ്ടക്ഷൻ നടക്കാതെ ഹീറ്റ് ട്രാൻസ്ഫർ കുറയ്ക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നത് ഈ തെർമൽ റെസിസ്റ്റൻസ് ആണ്. ഇലക്ട്രിസിറ്റിയിൽ റെസിസ്റ്റൻസ് ഉള്ള പോലത്തെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ തെർമൽ റെസിസ്റ്റൻസ്. അവിടെ ആറിന് ഡെഫിനിഷൻ വേറെയാണ്. ഇവിടെ ആറിന് പ്ലെയിൻ വാളിന്റെ കേസിൽ ലെങ്ത് ഓഫ് ദ അല്ലെങ്കിൽ തിക്നെസ് ഡിവൈഡഡ് ബൈ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഏരിയ നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്ന എൽ ബൈ കെ ആണ് തെർമൽ റെസിസ്റ്റൻസ് ടു ഹീറ്റ് കണ്ടക്ഷൻ. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഭാഗമായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇത് കറണ്ട് ആണെങ്കിൽ, ഇത് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസ് ആണ് നോട്ട് ചെയ്യുന്നത്. അതുപോലെ ഹീറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ടെമ്പറേച്ചർ ഡിഫറൻസിൽ അക്രോസ് ഹീറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? വോൾട്ടേജ് ഡിഫറൻസ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസിൽ വെച്ചുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത് തടയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്ന എലമെന്റ് എൽ ബൈ കെ ആണ്. അപ്പോൾ ഇവിടെ എൽ കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഈ കണ്ടക്ഷൻ സർഫസ് വളരെ ഡിസ്റ്റൻസ് തല തിക്കറായിട്ടുള്ളൊരു സ്ലാബ് ആണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഹീറ്റ് ഈ ഭാഗത്ത് എത്താനായിട്ട് സമയമെടുക്കും. അപ്പോൾ നമുക്കറിയാം, ഓഫ് കോഴ്സ്, ബിക്കോസ് ഇറ്റ് ഹാസ് ടു ട്രാവൽ മോർ ലെങ്ത്, മോർ ഡിസ്റ്റൻസ്. കെ എന്ന് പറയുന്ന തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. മെറ്റൽസിന് ബെറ്റർ കണ്ടക്ടിവിറ്റി ആയതുകൊണ്ട് റെസിസ്റ്റൻസ് കുറയും. കെ വാല്യൂ ഹൈ ആണ് കമ്പയർഡ് ടു നോൺ മെറ്റൽസ്. ഇനി എ എന്ന് പറയുന്ന നോർമൽ ഏരിയ, ഹീറ്റ് ഫ്ലോ നടക്കുമ്പോൾ അതിനെ നോർമലായി നിൽക്കുന്ന ഏരിയ കുറയും തോറും തെർമൽ റെസിസ്റ്റൻസ് കൂടും. സോ ഏരിയ ഷുഡ് ബി ബിഗർ. സോ ബിഗർ ഏരിയ ആണെങ്കിൽ ബിഗർ ഏരിയ ആണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി വലുതാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. എന്നാൽ റെസിസ്റ്റൻസ് കുറയാനായിട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് കൂടി കുറയ്ക്കണം. ഒന്നുകൂടെ പ്ലെയിൻ വാൾ വെച്ച് ഞാൻ പറയാം. പ്ലെയിൻ വാളിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. നോർമൽ ഏരിയ ഞാൻ നേരത്തെ വരച്ചായിരുന്നു. ഈ ഏരിയയിൽ ഇങ്ങനെ വരുന്ന ഈ നോർമൽ ഏരിയൻ്റെ ടോട്ടൽ ഏരിയ കുറയുകയാണെങ്കിൽ നല്ലതല്ല, കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. പിന്നെ ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. ഈ റെസിസ്റ്റൻസ് കുറയും എന്ന് പറഞ്ഞാൽ എന്താ? ബെറ്റർ ഹീറ്റ് ട്രാൻസ്ഫർ
നടക്കും എന്നാണ് പറയുന്നത്. ബെറ്റർ ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കും. സോ വെയിറ്റ് ഓഫ് ദ വോള് റോ എ എൽ എന്ന് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ റോ എ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോ എ എൽ എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു എ ഇൻറ്റു എൽ, നമുക്ക് മാസ് എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ വെയിറ്റ് ഓഫ് ദ വോൾ എന്ന് എടുക്കുന്നത്. അപ്പോൾ റോ ഇൻറ്റു എ ഇൻറ്റു എൽ എന്ന് പറയുന്നത്, റോ എ എന്ന് പറഞ്ഞാൽ വോളിയമാണ്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുന്നതാണ് മാസ്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു എ ഇൻറ്റു എൽ വോളിയമാണ്, ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പോൾ മാസിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം, അതിലെ വെയിറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ റീഅറേഞ്ച് ചെയ്യുമ്പോൾ റോ എ ആർ ടി എച്ച് എന്ന് പറയുന്ന കെ എന്ന് പറഞ്ഞാൽ മാസ് ഈക്വൽ ടു അല്ലെങ്കിൽ വെയിറ്റ് ഈക്വൽ ടു പി റോ ഇൻറ്റു കെ എ സ്ക്വയർ ആർ ടി എച്ച് എന്ന് പറയാം. അങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് സ്പെസിഫൈഡ് തെർമൽ റെസിസ്റ്റൻസ്. ദ ലൈറ്റസ്റ്റ് ഇൻസുലേഷൻ വിൽ ബി ദ വൺ വിച്ച് ഹാസ് ദ സ്മോളസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഡെൻസിറ്റി ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. അതായത് ഈ ഡെൻസിറ്റി ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഏറ്റവും കുറവുള്ളതാണ്, സ്മോളസ്റ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് ഏറ്റവും കുറച്ച് ഇൻസുലേഷൻ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തെർമൽ റെസിസ്റ്റൻസിൻ്റെ കോൺസെപ്റ്റ്. ഇലക്ട്രിക്കൽ അനലോജി ആയിട്ട് മീൻസ് ഇലക്ട്രിസിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഇതിൻ്റെ സീരീസും പാരലൽ റെസിസ്റ്റൻസിനെയൊക്കെ പറ്റി പഠിക്കാനുണ്ട്. താങ്ക് യു. മറ്റൊരു സെഷൻ നമുക്ക് കാണാം.